ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ വെളിപാട് പുസ്തകത്തിൻ്റെ 22-ാം അധ്യായം 21-ാം വാക്യം വരെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ മുൻപിൽ ഉത്തരം ലഭിക്കാത്ത വ്യക്തതയില്ലാത്ത ചില കാരണങ്ങൾ മാത്രം അവശേഷിപ്പിച്ച് കടന്നു പോകുന്ന ഒരു ചോദ്യമാണ് നീതിമാൻ എന്തിനു സഹിക്കുന്നു എന്നത്. ജീവിത സായാഹ്നത്തിൽ നമ്മുടെ ഉള്ളിലും എണ്ണമറ്റ വിധം ഉരുത്തിരിഞ്ഞിട്ടുള്ള ഒരു ചോദ്യം, എന്തുകൊണ്ട് ഞാൻ സഹിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ എന്നെല്ലാം. സഹനത്തിൻ്റെ പുത്രി എന്നറിയപ്പെടുന്ന വിശുദ്ധ അൽഫോൻസമ്മയെ സഹനം ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള മാർഗമാണെന്ന് പഠിപ്പിച്ച വിശുദ്ധ കൊച്ചുരേസ്യ 4-ാം വയസ്സ് മുതൽ സഹനത്തിൻ്റെ രുചിയറിഞ്ഞ് മരണം വരെ തന്നെ പിന്തുടർന്ന സഹനങ്ങളെ കുരിശിൽ നിന്ന് ലഭിച്ച വിശ്വാസത്തോടെ സന്തോഷത്തോടെ ആശ്ലേഷിച്ച് ദൈവസ്നേഹത്തിൻ്റെ വഴികളാക്കി മാറ്റി. തൻ്റെ സഹന ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്കുള്ള മാർഗങ്ങളാക്കി മാറ്റുവാനായിട്ട് വിശുദ്ധ കൊച്ചുരേസ്യ നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതത്തിലെ സഹനത്തിൻ്റെ കാരണങ്ങൾ തേടാതെ അവയെല്ലാം ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള വഴികളാക്കി മാറ്റുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനായി വിശുദ്ധ കൊച്ചുരേസ്യ നമ്മെ സഹായിക്കട്ടെ.